ഇന്ന് നിയമസഭയിലേറെ കോളിളക്കം സൃഷ്ടിച്ചൊരു പരാമർശമായിരുന്നു മന്ത്രി ശിവൻകുട്ടി നടത്തിയത്. ഒരാൾക്ക് വേണ്ടത്ര വിദ്യാഭ്യാസമില്ലെങ്കിൽ അവരെ അങ്ങനെ കുറ്റം പറയാൻ കഴിയില്ല, അതിൽ തെറ്റില്ല. പക്ഷേ ഒരാൾക്ക് വിവരം കൂടിയില്ലെങ്കിൽ അയാൾക്ക് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുത്തരുത്, അത് നൽകരുത് എന്നതാണ് പറയാനുള്ളത്. അതും ജോസഫ് മുണ്ടശ്ശേരി മാഷൊക്കെ ഇരുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ കസേരയിലാണ് ശിവൻകുട്ടി ഇരിക്കുന്നത് എന്ന് ഓർമ്മയില്ലെങ്കിൽ അദ്ദേഹത്തെ പാർട്ടി അത് ഓർമ്മിപ്പിക്കേണ്ടതാണ്. ഏതായാലും ഇന്ന് മന്ത്രിസഭയിൽ ശിവൻകുട്ടി നടത്തിയ പ്രസംഗം ഒന്ന് കേട്ടു നോക്കാം. സർ, സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. സർ, സ്വർണം കെട്ടത് ആരാണ്? കോൺഗ്രസ് ആണ് അയ്യപ്പ. ഞാൻ വിളിച്ചു തരാം. സ്വർണം കെട്ടതിനായ ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. ആരപ്പ? അയ്യപ്പ. സാർ, ഇവിടെ കൂടെ മുഴുവൻ സ്വർണം കെട്ടത് ആരാണെന്നല്ലോ സാർ. സോണിയാഗാന്ധിയെ സംബന്ധിച്ചിട്ടൊന്നും മിണ്ടുന്നില്ലല്ലോ അവര്. സോണിയാഗാന്ധിയെ 2 പ്രാവശ്യം സ്വർണം കെട്ടവർ കാണാൻ പോയതിനെ പറ്റിയൊന്നും മിണ്ടുന്നില്ലല്ലോ സാർ. സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീടുണ്ട് സാർ. സോണിയാഗാന്ധിയുടെ വീട്ടിൽ സ്വർണമുണ്ട്. സാർ, സോണിയാഗാന്ധിയെ പറ്റി എന്താ പറയാത്തത്? സോണിയാഗാന്ധിയെ പറ്റി പറ. സോണിയാഗാന്ധിയുടെ വീട്ടിൽ 2 പ്രാവശ്യം പോയില്ലേ? അവിടെ കയ്യിൽ കെട്ടിക്കൊടുത്തില്ലേ സ്വർണം? ആ സ്വർണം എവിടുത്തെ സ്വർണം? സോണിയാഗാന്ധിയെ പറ്റി പറ. കോൺഗ്രസ് നേതാക്കളെ പറ്റി പറ. സാർ, തീർന്നില്ല സാർ, വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ സോണിയാഗാന്ധിയുടെ അടുത്ത് എന്തിനാ 2 പ്രാവശ്യം തന്ത്രി പോയത്? എന്തിനാ പോയത് സോണിയാഗാന്ധിയുടെ അടുത്ത്? ആരാ കൊണ്ടുപോയത് സോണിയാഗാന്ധിയുടെ അടുത്ത്? ആരാ കൊണ്ടുപോയത് സോണിയാഗാന്ധിയുടെ അടുത്ത്? മറുപടി പറ. എന്തിനു വേണ്ടി സോണിയാഗാന്ധിയുടെ അടുത്ത് പോയി? അതും വിളിക്കൂ. സോണിയാഗാന്ധിയുടെ അടുത്ത് എന്തിനു കൊണ്ടുപോയി? സോണിയാഗാന്ധിക്ക് ഇതിനുള്ള പങ്ക്. സാർ, സോണിയാഗാന്ധിയുടെ കയ്യിൽ സ്വർണം കെട്ടിക്കൊടുത്തു. എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത് എന്നോർക്കണം. തെരുവിൽ വിളിക്കുന്ന മുദ്രാവാക്യം ഒരു മന്ത്രി നിയമസഭയിൽ വിളിച്ചു കൊടുക്കുകയാണ്. സോണിയാഗാന്ധി സ്വർണം കട്ടു എന്നും സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്നുമാണ് ഈ മന്ത്രി വിളിച്ചു പറയുന്നത്. കേരള ഹൈക്കോടതി നേരിട്ട് നിയോഗിച്ച ഒരു SIT ആണ് ഈ സ്വർണ്ണക്കൊള്ള അന്വേഷിച്ച് വരുന്നത്. മാത്രമല്ല, അതിലുള്ള ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് എല്ലാം തന്നെ പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ളവരാണ്. പോരാഞ്ഞിട്ട് കേരളം ഭരിക്കുന്ന സർക്കാരിന് വിജിലൻസ് ഉണ്ട്, ക്രൈംബ്രാഞ്ച് ഉണ്ട്, മറ്റ് അന്വേഷണ ഏജൻസികളുണ്ട്. അവരൊന്നും ഇതിൽ ഇടപെട്ടിട്ടില്ല. അവരെയൊക്കെ വിളിച്ച് ചെയ്യിക്കേണ്ടിയിരുന്ന കാര്യം സഭയിൽ വന്ന് വിളിച്ച് കൂവുകയാണ് മന്ത്രി. തങ്ങളുടെ സർക്കാരിന് ഇതൊന്നും കഴിയില്ല എന്നുകൂടി സമ്മതിക്കുകയാണ് ശിവൻകുട്ടി ചെയ്തിരിക്കുന്നത്. ഇതിലൊന്നും ഒരു സത്യവും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ജൽപ്പനങ്ങൾ സഭയിൽ പറയുന്നത്. പക്ഷേ അത് മഹത്തായ ഒരു നിയമസഭയാണ്. അതിലെ എല്ലാ വാക്കുകളും രേഖപ്പെടുത്തുന്നത് കൂടിയാണ്. നമുക്കറിയാം, ഒരു ഫോട്ടോ എടുത്തു അല്ലെങ്കിൽ ഒരു ഫോട്ടോ കണ്ടു എന്നതിൻ്റെ പേരിൽ നടത്തുന്ന ഈ കൂട്ടക്കരച്ചിൽ ശരിയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ആദ്യം ഫോട്ടോ എടുത്തത്, എത്രയോ അധികം ഫോട്ടോ എടുത്തത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹമാണ് ആദ്യം അറസ്റ്റിലാകേണ്ടത്. എത്ര തവണ പോറ്റിയുടെ കൂടെ ഇങ്ങനെ സല്ലപിച്ചിട്ടുള്ളയാളാണ് പിണറായി വിജയൻ എന്നുള്ളത് കേരളക്കാർക്ക് നന്നായി അറിയാം. എന്നാൽ സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്ന ശിവൻകുട്ടിയുടെ പ്രമുഖ നേതാക്കൾ 4-5 പേർ ഇപ്പോൾ സ്വർണം കട്ട കേസിൽ അകത്ത് കിടക്കുകയാണ്. അതൊന്നും പ്രശ്നമല്ല മന്ത്രി ശിവൻകുട്ടിക്ക്. സത്യം പറഞ്ഞാൽ നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തിൽ ശിവൻകുട്ടി എന്ന് കേൾക്കുമ്പോൾ നമ്മളെ ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുന്നത് ഒരു ബോധം പോയ ആളെയാണ്.
ഇപ്പോൾ മന്ത്രിയായപ്പോഴും അതിലൊരു മാറ്റവും വന്നിട്ടില്ല എന്നത് അദ്ദേഹം ഇന്നും തെളിയിച്ചിരിക്കുന്നു. പണ്ട് 2015 KM മാണി സാർ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ സഭയ്ക്കുള്ളിൽ വായുവിലൂടെ നടന്ന ശിവൻകുട്ടിയെ ആരും മറന്നിട്ടില്ല. ഏത് സമയവും ആ കേസിൽ വിധി വന്നാൽ അകത്ത് കിടക്കാനുള്ള വകുപ്പെല്ലാം അതിലുണ്ട്. ആ സമയത്ത് തന്നെ അദ്ദേഹത്തെ പിടിച്ച് മന്ത്രിയുമാക്കി. പിണറായി വിജയൻ്റെ തട്ടിപ്പ് ഭരണം അടുത്തുപോയ സഖാക്കൾ ആരും തന്നെ അതിനുശേഷം ആ മുഖ്യമന്ത്രിയെ പിന്തുണക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ പുതിയ ചുമതല കൂടി ശിവൻകുട്ടി മന്ത്രി ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തൊക്കെ തോന്നിയവാസമാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് എന്ന് നമ്മൾ ഇന്ന് കേട്ടു. വിഡ്ഢിത്തം മാത്രമേ ഒരാൾക്ക് പറയാൻ അറിയുള്ളൂ എന്ന് വെച്ച് നിയമസഭ പോലെയുള്ള രേഖകൾ സൂക്ഷിക്കുന്ന ഒരിടത്ത് എന്ത് വേണമെങ്കിലും വിളിച്ചു പറയുക എന്നുള്ളത് ഒരലങ്കാരമായി കൊണ്ടു നടക്കുകയാണിപ്പോൾ നാട് നീളെ ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി. മോഷ്ടിച്ചു നടക്കുന്നവരുടെ കൂട്ടത്തിലിരുന്ന് സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണമെന്ന് വിളിച്ചു പറഞ്ഞ ശിവൻകുട്ടിയുടെ മാനസികാവസ്ഥ ഒന്ന് പരിശോധിക്കേണ്ടതാണ്. അത് അത്യാവശ്യമാണ്. ഏതായാലും 2 മാസം കഴിയുമ്പോൾ ഈ ഭരണം അവസാനിക്കും എന്നുള്ളത് കൊണ്ട്, അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയും ഒഴിവാകും എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാഗ്യം എന്ന് തന്നെ പറയേണ്ടി വരും.